ഈശോയിലെ പ്രിയമുള്ളവരെ, ദാമ്പത്യ ജീവിതത്തിന് തീർച്ചയായിട്ടും സഹനത്തിന്റെ ഒരു തലമുണ്ട്. ജോബിനെ ജോബാക്കി മാറ്റിയതിൽ ജോബിനെ തള്ളിപ്പറഞ്ഞു ഉപേക്ഷിച്ചു കളഞ്ഞ ഭാര്യയ്ക്ക് പങ്കുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയുടെ ദുശ്ശീലങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, സ്വഭാവ പ്രത്യേകതകൾ, കുറവുകൾ, അവരുടെ അറിവില്ലായ്മകൾ തുടങ്ങി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരിലൂടെ നമുക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങൾക്ക് പുറകിലും ദൈവത്തിന് നന്മയാക്കി മാറ്റാനും ആ സഹനത്തിലൂടെ ഒരുപക്ഷെ ആ വ്യക്തിയെ തന്നെ വീണ്ടെടുക്കാനും ഇല്ലെങ്കിൽ നമ്മളെ തന്നെ സ്വയം വിശദീകരിക്കാനും അങ്ങനെ നമ്മൾ വെണ്മയുള്ളവരായി സ്വർഗത്തിലേക്ക് പോകുന്ന യാത്ര സുഗമമാക്കാനും ഒക്കെ ദൈവം എടുത്തുപയോഗിക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ ജീവിത പങ്കാളികൾ മാറാറുണ്ട്. ഇത് ഒരു വശമാണ്. ഇനി സ്ത്രീകൾ പറയുന്നത് നമ്മൾ മുൻപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ലൈംഗികമായ വൈകൃതങ്ങൾ. ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്ന ലൈംഗിക വൈകൃതങ്ങൾ. സ്ത്രീകളെ കുറിച്ചുള്ള പരാതി എപ്പോഴും താല്പര്യക്കുറവുകളാണ്. പക്ഷെ പുരുഷനെ കുറിച്ചുള്ള പരാതി എപ്പോഴും താല്പര്യ കൂടുതലുകളും അതിലവർ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി പാപം ചെയ്യുന്ന അവസ്ഥയുമാണ്. നിങ്ങൾക്ക് ലൈംഗികതയിൽ യാതൊരു ലൈസൻസും തരലല്ല ദാമ്പത്യം. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ഒരു വെറും ശരീരം മാത്രമല്ല, ഒരു ജഡം മാത്രമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ശാരീരിക സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു പ്രതിമയോ ഒരു ജഡമോ അല്ല. ശരീരവും ആത്മാവും ഒക്കെയുള്ള ഒരു ജീവിതമാണ് അത്. അതൊരു ജീവനാണ്. ആ ജീവനും അവരിലുള്ള ആത്മാവും അവരുടെ ശരീരവും നിങ്ങൾ സൃഷ്ടിച്ചതല്ല, മറിച്ച് അത് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആ വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ശരീരമാണ്. ആ ശരീരത്തോട് നിങ്ങൾ എന്ത് വൃത്തികെട്ട രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇറ്റ്സ് എ ബിഗ് സീൻ. അതൊരു വലിയ തെറ്റാണ്. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയതുകൊണ്ട് മാത്രം, വിവാഹബന്ധത്തിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രം, സെക്സ് എന്ന് പറയുന്നത് വിവാഹത്തിൽ അനുവദനീയമായതുകൊണ്ട് മാത്രം എന്തും ആ ശരീരത്തോട് ചെയ്യാമെന്നത് പാപമാണ്. ആ പാപത്തിന് തീർച്ചയായും ശിക്ഷയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ശിക്ഷ ലഭിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ആ ശിക്ഷ ലഭിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്ക് ആ ശിക്ഷ പോവും. ശിക്ഷയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ വിവേകപരമായ പ്രവൃത്തി നടത്തണം. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ സംഭവിക്കേണ്ടത്. ഇനി ഭർത്താവ് പോണോഗ്രഫി കാണുന്ന ഒരാളാണെന്ന് കരുതുക. അപ്പൊ ഭാര്യയോട് പറയാണ്, നീയും ഇത് കാണുക, എന്നിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം എന്ന് പറയാം. ഞാൻ പറഞ്ഞു, പോണോഗ്രഫിയുടെ സ്വാധീനം ലൈംഗികതയ്ക്ക് ആവശ്യമേ ഇല്ല. ദൈവമാണ് ഈ സംഗതി തന്നതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ശാരീരിക സന്തോഷത്തിന് വേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായും നിങ്ങൾ ഈ പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ അവിടെ സംഭവിക്കും. ഇനി അവിടെ എന്താണോ സംഭവിക്കുന്നത് അതിൽ നിങ്ങൾ സംതൃപ്തിപ്പെടേണ്ടതുണ്ട്. സംതൃപ്തി കുറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് സംതൃപ്തി 100% ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നതും ദൈവത്തിന്റെ സമയമുണ്ട്. അത് ദൈവം സമയമാകുമ്പോൾ അത് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് ജീവിത പങ്കാളി എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും കൂടെ നിൽക്കേണ്ട ആളാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പോണോഗ്രഫി കാണുകയും അതനുസരിച്ച് ചെയ്യണമെന്ന് ഭർത്താവ് പറയുമ്പോൾ, എന്റെ വിവാഹം കഴിച്ച ഭർത്താവാണ്, വിവാഹം നടന്നത് ദേവാലയത്തിൽ വെച്ചാണ്, വിവാഹത്തിൽ ലൈംഗികത അനുവദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഭർത്താവിനെ ഭാര്യ അനുസരിക്കണമെന്നുള്ള നിയമമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അനാവശ്യമായി ഈ വിഷയത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് പാപത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. അതേസമയം ഇത്തരം വിഷയങ്ങളിൽ പുരുഷന്മാർ വളരെയധികം ഹേർട്ടാകുന്ന, അല്ലെങ്കിൽ ഈഗോ അവരുടെ ഹേർട്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ വിവാഹ ജീവിതത്തെയും നിങ്ങളുടെ വിവാഹത്തിന്റെ ബന്ധത്തെയും ഒക്കെ ബാധിച്ചേക്കാം. പെട്ടെന്ന് അവർ ഈ വിഷയത്തിൽ പിന്നെ നിങ്ങളോട് വളരെ ക്രൂരമായി പെരുമാറിയേക്കാം, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ ഈ പാപത്തിന്, ഈ ഒരു തെറ്റിനെ റിയാക്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്തും ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ ഈ മേഖലയിൽ ദൈവം തന്നിട്ടില്ല. എന്തൊരു വിചിത്രമാണ് ഈ വിഷയം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം വേദപാഠ ക്ലാസ്സുകളിൽ പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ശരീരമെന്ന്. ഈ ശരീരത്തെയാണ് വിവാഹശേഷം പോണോഗ്രഫി കണ്ടും അമിതമായ മെഡിസിനുകൾ ഉപയോഗിച്ചും തനിക്ക് താല്പര്യമില്ലാത്ത ലൈംഗികമായ പ്രവർത്തികൾ ചെയ്യിപ്പിച്ചും ഭാര്യനെ ഭർത്താവ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇനി അടുത്ത കാലത്ത് ഭർത്താവിനെയും അതുപോലെ ഉപദ്രവിച്ചതായിട്ടുള്ള കേസുകൾ ഉണ്ടായി. അപ്പൊ ഭാര്യയും ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരന്മാരോട് സംസാരിച്ച് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ആലോചിച്ച് ഈ ബന്ധത്തിലേക്ക് കടന്ന്, ഇനി ഭർത്താവാണെങ്കിലും ഒരു പോണോഗ്രാഫിയുടെ അത് കണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ മനസ്സിൽ വിചാരിച്ചതിലേക്ക് കടന്ന് ഇത്തരം പാപങ്ങളൊക്കെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പാപം തന്നെയാണ്. ഇത് അനുവദിക്കുന്നതല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്
നിങ്ങളുടെ ശരീരത്തിലുള്ള പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ ഗർഭപാത്രം, വിശുദ്ധമായ കുഞ്ഞ് ജനിക്കേണ്ട ഗർഭപാത്രം, നിങ്ങൾ കുഞ്ഞുങ്ങളെ മുലയോട്ടാൻ വേണ്ടി തന്ന നിങ്ങളുടെ മാറിടം തുടങ്ങി നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന കർത്താവ് തന്റെ കരവേലയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ശരീരം നിങ്ങൾ പാപത്തിന് വിട്ടുകൊടുക്കരുത്. അപ്പം വിവാഹത്തിന് മുൻപ് നിങ്ങൾ ഗർഭം ധരിക്കുന്നതിനെ പാപമായിട്ട് അവതരിപ്പിക്കുന്നു. പാപമാണ്, ഞാൻ സമ്മതിക്കുന്നു. പ്രണയിക്കുന്നതിനെ പോലും പാപമായിട്ട് അവതരിപ്പിക്കുന്നു. എത്രയോ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി ടീനേജിലായ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിനെതിരുള്ള പാപമായി എന്ന് നമ്മൾ അവതരിപ്പിക്കുന്നു. അത് ശരിയാണ്, തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു കർക്കശമായി. ഇതിന്റെ പേരിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് കുറ്റബോധത്തിൽ വീണ് മാനസികമായ ഡിപ്രഷനിലേക്ക് പോകുന്ന മക്കൾ വരെയുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ തന്നെയും അത് പാവമാണെന്ന് പറഞ്ഞ് അവരെ നമ്മൾ തിരുത്തുന്നു. ഇനിയും ഒരു യുവാവിനോട് പറയുന്നു കണ്ണുകൊണ്ട് നിങ്ങൾ പാപം കാണാൻ പാടില്ല, ഒരു പോസ്റ്റർ പോലും നോക്കുന്നത് തെറ്റാണ്, നിങ്ങളൊരു വീഡിയോ കാണുന്നത് തെറ്റാണ്. ഇതെല്ലാം നമ്മളിവിടെ പറയുന്നത് ഇതെല്ലാം തെറ്റ് തന്നെയാണ്, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഇവിടെ ജനിക്കുമ്പം മുതൽ അശുദ്ധിയുടെ പാപ മേഖലയിൽ ഇതൊന്നും പാടില്ല, ഇതൊന്നും പാടില്ല, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു വന്നിട്ട് ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പോണോഗ്രഫി കാണാനും തെറ്റായ രീതിയിൽ ഇക്കാര്യങ്ങൾ ചെയ്യാനും ഭാര്യയ്ക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ വളരെയധികം സമയം കിട്ടുന്നതിന് വേണ്ടി മെഡിസിൻ ഉപയോഗിക്കാനും എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് വളരെയധികം വൈകൃതങ്ങൾ കൊണ്ടുവരിക, ഭാര്യയോട് യാതൊരുവിധ മാനസിക അടുപ്പവും ഇല്ലാതെ ബലപ്രയോഗം നടത്തി ഇത് ചെയ്യുക, ഇത് തന്നില്ലെങ്കിൽ അല്ലെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയെ മോശമായി ചിത്രീകരിക്കുക, ഇങ്ങനെ അനുകരിക്കാത്തത് കൊണ്ട്, ഇവർ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ട് സ്വഭാവദോഷമുള്ള സ്ത്രീയായിട്ട് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ സ്ത്രീയെ മാനസികമായി തകർക്കുക. മാനസികമായും ആത്മീയമായും അവർ നശിക്കുകയാണ്. മാനസികാവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന തകർച്ചയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അവർ ഡിപ്രഷനിൽ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ എനിക്കാണ് സംഭവിക്കുന്നെങ്കിൽ എനിക്ക് ഒരു ആത്മാവുണ്ട്. എന്റെ ആത്മാവിനെ അപമാനിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതില്ല. അത് ദാമ്പത്യത്തിലാണെങ്കിലും ചെയ്യേണ്ടതില്ല. എന്റെ ഭർത്താവ് എന്റെ ദൈവമല്ല, അയാളല്ല എന്നെ സൃഷ്ടിച്ചത്. അയാളെ ദൈവം എനിക്ക് ഒരു പ്രായമായപ്പോൾ തന്നു. അദ്ദേഹം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അയാളല്ല എന്റെ ജീവിതം. ഞാൻ ദൈവത്തിലേക്ക് നോക്കിയാണ് ജീവിക്കുന്നത്. ഞാൻ ശ്വസിക്കുന്നതും എന്നിൽ ജീവനുള്ളതും ദൈവം തന്നതാണ്, എന്റെ ലൈഫ് പാർട്ട്ണർ തന്നതല്ല. അപ്പോ ഡിപ്പെൻഡഡ് ആയ സ്ത്രീകൾ, അതായത് പുരുഷനെ ഡിപ്പെൻഡഡ് ആയ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പാപാവസ്ഥ ഉണ്ടാകുമ്പോൾ വാവ് പൊത്തി യെസ് ഇത് എന്റെ വിധിയാണ്, ഞാൻ ഇതിനോട് പ്രതികരിച്ചാൽ എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് ഈ പാപാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമായ അവസ്ഥയുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കണമെന്നോ പെട്ടെന്ന് എതിർക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ അനുവദിക്കണമെന്നും ഞാൻ പറയില്ല. മറിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. നിങ്ങൾ ഒരു പാപത്തിന് കൂട്ടു നിൽക്കില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഒരു കൊലപാതകത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അത് തെറ്റ് ചെയ്യാത്ത വ്യക്തിയെ സംരക്ഷിക്കേണ്ട ഒരു പാപത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ദൈവനാമത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ഞാൻ ഉറപ്പ് തരുന്നു, ദൈവം നിങ്ങൾക്കൊരു വഴി തുറന്നു തരും. ആ വഴി തുറന്നു തരുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കണം. ഈ പാപത്തിനെ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കണം. മാലാഖമാരോടും ദൈവത്തോടും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ പിശാച് എന്റെ ദാമ്പത്യ ജീവിതത്തിൽ എന്റെ ശരീരത്തെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക വൈകൃതങ്ങളുടെ ഈ പൈശാചിക രൂപി എന്റെ ശരീരത്തിലേക്ക് വരാതെ എന്റെ ദാമ്പത്യത്തിൽ ഇതിനെ പുറത്തു കടന്നു പോകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കണം. അതൊരു വശം. ഇനി നിങ്ങൾ കാത്തിരിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്നും ഒരു മോചനം അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു മാറ്റത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്കൊരു വാതിൽ തുറന്നു തരും. ഇത് തെറ്റാണെന്ന ബോധ്യം ആദ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. പക്ഷെ ഈ മേഖലയിൽ ആരും തിരുത്താൻ തയ്യാറാവുന്നില്ല. എങ്കിലും നിങ്ങൾ തിരുത്തണം. ഇനി ഇങ്ങനെയാണ് ഇത് തുടരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായൊരു തീരുമാനം എടുക്കണം. എന്നിട്ട് നിങ്ങളെ ശരിയായ വഴിയിലേ പോകൂ. എനിക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ല, എനിക്ക് ആ കാര്യത്തിൽ എങ്ങനെ മാറി നിന്നുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയാളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ നിങ്ങൾ നിശബ്ദമായി എല്ലായ്പ്പോഴും ഇത് തുടരാൻ അനുവദിച്ചാൽ അയാൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾ നിങ്ങളുടെ ശരീരത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളും പാപത്തിന്റെ ഭാഗമാവുകയാണ്. നിങ്ങളും ഇരുട്ടിൽ പോവുകയാണ്, അയാളും ഇരുട്ടിൽ പോവുകയാണ്. രണ്ട് ആത്മാവ് ഒരേ സമയം നശിക്കുവാണ്. ഇനി ഇത്തരം ജഡികതയ്ക്കും വൈകല്യങ്ങൾക്കും അടിമയായ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും, അല്ലെങ്കിൽ അപ്പനിൽ നിന്നും അതിന് കൂട്ടുനിൽക്കുന്ന അമ്മയിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അശുദ്ധാരൂപിയുടെ സ്വാധീനങ്ങൾ ഉണ്ടാകും. അവർക്കും
ഒരു അധികാരം കിട്ടുവാണ് ആ പിശാചിന് ആ മക്കളിൽ. ഇത്തരം വൈകൃതങ്ങളുള്ള മാതാപിതാക്കളുടെ മക്കളിലും അവർക്കൊരു അധികാരം കിട്ടുവാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ജഡിക പാപ മേഖലയില് സെക്ഷലി പാപം ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കള് പല തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളിലും പാപാവസ്ഥകളിലും അടിമപ്പെടുന്നത്. അതുകൊണ്ട് പാപത്തെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ അപമാനിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തരുത്. അത് പാപമാണ്. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് എന്തിന്റെ പേരിൽ തന്നെ ആണെങ്കിലും നിങ്ങളുടെ ആ ഉത്തരവാദിത്തം നിങ്ങൾ മറക്കരുത്. പക്ഷെ വിവേകത്തോടെ പ്രവർത്തിക്കണം. നിങ്ങളെ കൊണ്ട് ദൈവം ഒരു വഴി തുറന്നു തരും. അപ്പൊ ആ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകണം. അതൊരു പാപമല്ല. പാപത്തിന് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു നന്മ. പാപം ചെയ്യാതിരിക്കാനാണ് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ നിങ്ങളെ പോറ്റേണ്ട, നിങ്ങളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ദൈവം ഒരു വഴി കാണിച്ചു തരും. പക്ഷെ സമയത്തിന് വേണ്ടിയും വിവേകത്തോടെ പ്രവർത്തിക്കണം. എടുത്തുചാടി പ്രവർത്തിക്കരുത്. ദൈവം തന്നെ നിങ്ങളെ സഹായിക്കും. പാപത്തിന് കൂട്ടുനിൽക്കരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുവാണ്. നിങ്ങളുടെ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. ആ ആലയമായ ശരീരം വിവാഹത്തോടെ അത് പുരുഷന്റെ ആധിപത്യത്തിലായി തീരുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീയുടെ ആധിപത്യത്തിലായി തീരുന്നില്ല. പാപത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടരുത്. അത് നിങ്ങളുടെ ജീവിതത്തിനെ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. ആമേൻ.